നമസ്കാരം. ഇറാന്റെ കപ്പലുകൾക്ക് ട്രംപിന്റെ ഉപരോധം. രക്തരൂക്ഷിതമായിട്ടുള്ള യുദ്ധത്തിന് ഇറാനും അമേരിക്കയും കോപ്പുകൂട്ടുന്നു. ഇറാന്റെ എണ്ണ അനധികൃതമായിട്ട് കടത്തുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഷാഡോ ഫ്ലീറ്റിലെ കപ്പലുകൾക്കും ഒപ്പം തന്നെ അവയുമായി ബന്ധപ്പെട്ട കമ്പനികൾക്കുമൊക്കെ മേൽ അമേരിക്കൻ ഭരണകൂടം കർശനമായിട്ടുള്ള ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞു. ഇറാന്റെ വരുമാന സ്രോതസ്സുകൾ തടയുന്നതിന്റെ ഭാഗമായിട്ടുള്ള US ട്രഷറി ഡിപ്പാർട്ട്മെന്റിൻ്റെതാണ് ഇത്തരത്തിലുള്ള നടപടി എന്ന് പറയുന്നത്. രാജ്യാന്തര ഉപരോധങ്ങൾ മറികടന്ന് ഇറാന്റെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിദേശ വിപണികളിൽ എത്തിക്കുവാൻ സഹായിക്കുന്ന ഡസൺ കണക്കിന് കപ്പലുകളെയും അവരുടെ അല്ലെങ്കിൽ ഈ കപ്പലുകളുടെയൊക്കെ ഉടമസ്ഥരെയും ഒക്കെ ലക്ഷ്യമിട്ടാണ് പുതിയ നടപടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കപ്പലുകൾ പലപ്പോഴും പഴയതും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതുമാണ് എന്ന് US ആരോപിക്കുകയും ചെയ്യുന്നു. മധ്യപൂർവേഷ്യയിലെ സായുധ ഗ്രൂപ്പുകൾക്ക് ധനസഹായം നൽകുന്നതിനായിട്ട് ഇറാൻ ഈ എണ്ണക്കടത്തിൽ അതിൽ നിന്നുള്ള വരുമാനം ഉപയോഗിക്കുന്നുവെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ഒരു പ്രസ്താവനയിൽ പറയുകയും ചെയ്യുന്നുണ്ട്. അതായത് ഭീകര പ്രവർത്തനങ്ങൾക്കും പ്രാദേശിക അസ്ഥിരതയ്ക്കുമെതിരെ നിലപാട് ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് എന്ന് അമേരിക്ക വ്യക്തമാക്കുമ്പോഴും ഇറാനെ തകർക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ലക്ഷ്യം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഉപരോധം ഏർപ്പെടുത്തിയതോടെ ഈ കമ്പനികൾക്കും കപ്പലുകൾക്കും അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടും. ഇവരുടെ അമേരിക്കയിലുള്ള ആസ്തികൾ അത് കണ്ടുകെട്ടുകയും അമേരിക്കക്കാരുമായിട്ടോ അമേരിക്കൻ ബാങ്കുകളുമായിട്ടോ ഇടപാട് നടത്തുന്നതിൽ നിന്ന് ഇവരെ വിലക്കുകയും ചെയ്യും. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായിട്ട് ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ നീക്കം ഉണ്ടായിരിക്കുന്നത്. ഇറാന്റെ എണ്ണ കയറ്റുമതിയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ചൈന അടക്കമുള്ള രാജ്യങ്ങളിലെ കമ്പനികളും ഈ ഉപരോധത്തിന്റെ പരിധിയിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇറാന്റെ സാമ്പത്തിക അടിത്തറയെ തകർക്കുവാനും അവരുടെ സൈനിക പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ടിംഗ് തടയാനുമുള്ള അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമായാണ് ഈ ഉപരോധത്തെ അന്താരാഷ്ട്ര നിരീക്ഷകരടക്കം കാണുന്നത്. ചർച്ചയ്ക്ക് തൊട്ടുപിന്നാലെ വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ നേരിടുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ ആണവായുധ സമാധാന ചർച്ചകൾ ഉണ്ടായിരുന്നല്ലോ. ആ ചർച്ചകൾ പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ അമേരിക്ക മുന്നോട്ട് വെക്കുന്നത്. ഇറാന്റെ മേൽ കടുത്ത എണ്ണ ഉപരോധം ഏർപ്പെടുത്തുന്നതിലേക്ക് അമേരിക്ക നീങ്ങുന്നു. ഇറാനുമായിട്ടുള്ള ആണവ ചർച്ചകളുടെ ആദ്യഘട്ടം ഒമാനിൽ പൂർത്തിയായതിന് തൊട്ടു പിന്നാലെ ഇറാനുമേൽ എണ്ണ ഉപരോധം ഏർപ്പെടുത്തുന്നു. US സർക്കാരിന്റെ സമ്മർദ്ദങ്ങൾക്കിടയിലും ഇറാൻ ഭരണകൂടത്തിന്റെ നിയമവിരുദ്ധമായിട്ടുള്ള എണ്ണ പെട്രോകെമിക്കൽ കയറ്റുമതി കുറയ്ക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതിജ്ഞാബദ്ധനാണ് എന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഇറാനിയൻ എണ്ണ കൊണ്ടുപോകുന്ന 14 കപ്പലുകളുമായിട്ടുള്ള ഇടപാടുകൾ തടയുമെന്നാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. തുർക്കി, ഇന്ത്യ, UAE എന്നീ രാജ്യങ്ങളുടെ പതാകകളുള്ള കപ്പലുകൾ ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളത്. കൂടാതെ 15 സ്ഥാപനങ്ങൾക്കും 2 വ്യക്തികൾക്കുമെതിരെയും ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്ക. അപ്പോൾ യുറേനിയം സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കണമെന്ന അമേരിക്കൻ ആവശ്യം ഇറാൻ നിരാകരിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത്. മാത്രമല്ല മിസൈൽ വിഷയം ചർച്ചയായില്ലെന്നും വിവരങ്ങളുണ്ട്. ആണവ ചർച്ചകൾക്ക് നല്ല തുടക്കമായെന്നും ചർച്ചകൾ തുടരുന്നതിനെ പറ്റി ധാരണയായെന്നും എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെ പറ്റിയുള്ള തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നുമൊക്കെ ഇറാൻ വിദേശകാര്യമന്ത്രി അടക്കം വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ നയതന്ത്രപരവും സാങ്കേതികവുമായിട്ടുള്ള ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനും ഉചിതമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നതിലാണ് ചർച്ചകൾ കേന്ദ്രീകരിച്ചതെന്ന് ചർച്ചകൾക്ക് മധ്യസ്ഥ വഹിക്കുന്ന ഒമാൻ പ്രതികരിക്കുമ്പോഴും അമേരിക്കയും ഇറാനും പലപ്പോഴും 2 ഭാഗങ്ങളിലേക്ക് മാറി നടക്കുകയാണ്. അവർക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ എന്നുള്ളതാണ്. കാരണം ഏത് വിധേനയും ഇറാനെതിരെ ഏത് തരത്തിലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ, ആണവ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി തകർക്കുക എന്നത് ട്രംപിന്റെ ലക്ഷ്യമാണ്. ഒന്നാം ഘട്ട സമാധാന ചർച്ചകൾ തന്നെ വിജയമാകാതെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ 2ാം ഘട്ട ചർച്ചകൾ ഇനിയും ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. ആ ചർച്ചകൾ 1ാം ഘട്ട ചർച്ചകൾ കഴിഞ്ഞപ്പോൾ തന്നെ വലിയൊരു ഉപരോധം ഇറാന്റെ കപ്പലുകൾക്ക് മേൽ ചുമത്തിക്കൊണ്ട് വരുന്നത് തന്നെ, ട്രംപ് അത്തരത്തിലൊരു ഉപരോധം ഏർപ്പെടുത്തുന്നത് തന്നെ അവരുടെ സാമ്പത്തികമായിട്ടുള്ള മേഖലയെ തകർക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇറാനെതിരെ ഇത്തരത്തിലുള്ള ട്രംപിന്റെ ഉപരോധമടക്കമുള്ള പ്രതിരോധ മാർഗങ്ങൾ തീർക്കുമ്പോൾ കൃത്യമായിട്ടുള്ള യുദ്ധത്തിന് തന്നെയാണ് ഇറാൻ തയ്യാറെടുക്കുന്നത്. രക്തരൂക്ഷിതമായിട്ടുള്ള യുദ്ധം ഇറാനും അമേരിക്കയും തമ്മിൽ ഉണ്ടാകുവാനുള്ള സാധ്യതകളെ ഇപ്പോൾ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല.